അതായത് ഗായ്സ്, കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പ്രഗ്നൻസീൻ്റെ സ്റ്റോറി പറയുമെന്ന്. പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ 6th സെമസ്റ്റർ പഠിക്കുന്ന സമയത്താണ് ഞാൻ പ്രഗ്നൻ്റ് ആവുന്നത്. ഓക്കെ, എല്ലാവരെയും പോലെ ഞാൻ നോർമലായിട്ടാണ് പ്രഗ്നൻ്റ് ആയതും. ഒരു ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ തൈറോയ്ഡ്, PCOD, പ്രഷർ, ഷുഗർ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് പ്രഗ്നൻ്റ് ആയത്. നമ്മൾ സാധാരണ യൂഷ്വലി ചെയ്യുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്ന സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തായിരുന്നു. അത് മാത്രമല്ല, എക്സാം ഉള്ളത് കാരണം ഞാൻ നേരത്തെ തന്നെ സ്കാനിങ് പോലും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം ഒന്നും കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ 5ാം മാസത്തിൽ സ്കാനിങ് ചെയ്തു, കുഴപ്പമില്ല. പിന്നെ 5ാം മാസം സ്കാനിങ് ക്ലിയർ അല്ലാത്തത് കൊണ്ട് 6ാം മാസം കൂടി ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് 6ലും ചെയ്തു, 9ലും ചെയ്തു. അപ്പം ആ ഒരു സ്കാനിങ്ങായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തതാണ്. പക്ഷെ അതിലൊന്നും പറഞ്ഞില്ല, കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഡിലേ ഉള്ള കാര്യം പറഞ്ഞില്ല. ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ഫുട്ട് ഉണ്ടെന്ന് 5ാം മാസം സ്കാനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1000 കുട്ടികളിൽ നിന്ന് ഒരു കുട്ടിക്ക് ബൈലാറ്ററൽ ക്ലെഫ്റ്റ് ഫുട്ട് വരുന്നുണ്ട്. അത് ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ അല്ല, നമുക്കത് ഷൂസും സർജറിയും ഒക്കെ ചെയ്തിട്ട് ലെവലാക്കാൻ പറ്റുന്നതാണ്. ഇതാണ് എൻ്റെ ഒരു പ്രിവ്യൂ. ഇതിൻ്റെ ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻഷാല്ലാ സൂൺ ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും കാണുക, താല്പര്യമുള്ളവർ. ഓക്കെ, ബൈ.